നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. 1000 ആളുകൾക്ക് ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. നിലപാട് ഘടിപ്പിച്ചിരിക്കുകയാണ് ഒമാൻ എയർലൈൻസ്. ഒമാൻ എയർലൈൻസിൽ നിന്നും നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അവിടെ വലിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കാൻ പോകുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് 1000-ഓളം ജീവനക്കാരുടെ ജോലി നഷ്ടപ്പെടുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ 500 പേരോളം വിദേശികളാണ് എന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. കാര്യക്ഷമത കൂട്ടാനും സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു ഒമാൻ നടപടി എന്നാണ് വിവരം. ഒമാൻ എയർ ചെയർമാനും ഗതാഗത മന്ത്രിയുമായിട്ടുള്ള എഞ്ചിനീയർ സൗയിദ് ബിൻ ഹമൂദ് അൽ മാവാലിയാണ് ഇക്കാര്യങ്ങളൊക്കെ അറിയിച്ചത്. ഒമാൻ എയറും അതുപോലെ തന്നെ ഒമാൻ എയർപോർട്ട്സും ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു പരിപാടിക്കിടയിലാണ് മന്ത്രി ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചത്. 2024 എടുത്ത ചില തീരുമാനങ്ങളുടെ ഭാഗമായി എയർലൈൻ എങ്ങനെ മെച്ചപ്പെടുത്താനാകുമെന്ന കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് തീരുമാനമെന്ന് അദ്ദേഹം വിശദീകരിച്ചു. പഴയ മസ്കറ്റ് വിമാനത്താവളം പുതിയ രീതിയിൽ ഉപയോഗിക്കാനുള്ള പദ്ധതികൾ ഇക്കൂട്ടത്തിലുണ്ട്. ജീവനക്കാരുടെ എണ്ണം വ്യവസായ നിലവാരത്തിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. നേരത്തെ ഒമാൻ എയറിലെ 45% ജീവനക്കാരും പ്രധാനപ്പെട്ട ജോലിയിൽ നേരിട്ട് പങ്കാളികളല്ലാത്തവരായിരുന്നു. മറ്റ് എയർലൈനുകളുമായി താരതമ്യം ചെയ്തപ്പോൾ പേഴ്സണൽ, ഫിനാൻസ് തുടങ്ങിയിട്ടുള്ള ജോലികൾ ചെയ്യുന്നവരുടെ എണ്ണം 15% ഉണ്ടായിരുന്നത്. മുൻപ് ഒമാൻ എയറിൽ ഏകദേശം 4300 ജീവനക്കാരോളം ഉണ്ടായിരുന്നു. ഇത് സാധാരണ എയർലൈനുകളിൽ ഉണ്ടാകുന്നതിലും വളരെ കൂടുതലാണെന്ന് കണ്ടെത്തി. സാധാരണയായി 2700 ജീവനക്കാർ ഉണ്ടായാൽ മതിയെന്ന് ഒമാൻ മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 1000 ജീവനക്കാരെ കുറയ്ക്കാനുള്ള തീരുമാനമുണ്ടായിരിക്കുന്നത്. 500 പേർ വിദേശികളും 400 പേർ ഒമാൻ പൗരന്മാരുമാണ് എന്നാണ് ഈ കണക്കുകളിൽ നിന്ന് ചൂണ്ടിക്കാട്ടുന്നത്. കൂടുതൽ പരിശോധന നടത്തിയപ്പോൾ ഒമാൻ പൗരന്മാരിൽ ചിലരുടെ ജോലികൾ ആവശ്യമില്ലാത്തതായിരുന്നു എന്ന് കണ്ടെത്തി. അതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വലിയൊരു തീരുമാനം തന്നെയാണ് എടുത്തിരിക്കുന്നതെന്ന് അധികൃതർ തന്നെ പറയുന്നു. എന്തായാലും വലിയൊരു പിരിച്ചുവിടൽ നടപടിയിലേക്കാണ് ഇവർ കടക്കുന്നത് എന്ന് തന്നെയാണ് സൂചന. ആദ്യം സ്വയം വിരമിക്കാനുള്ള അവസരമാണ് നൽകുന്നത്. ഇതിനുശേഷം 310 ജീവനക്കാർ വിരമിച്ചു പോയിട്ടുണ്ട്. ബാക്കിയുള്ള ജീവനക്കാർക്ക് മറ്റ് ജോലികൾ നൽകിയിട്ടുള്ള തീരുമാനങ്ങളും എടുക്കുന്നു. ശമ്പളം അതേപടി നിലനിർത്തി, എന്നാൽ ചില ആനുകൂല്യങ്ങൾ കുറച്ചുകൊണ്ടാണ് ഈ തീരുമാനം. യാത്ര ചെയ്യാനുള്ള സൗജന്യം ഇതിൽ നിന്ന് പ്രധാനമായിട്ടും മാറ്റുന്നുണ്ട്. 85 ജീവനക്കാർ ഈ മാറ്റങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞു എന്നാണ് വിവരം. ബാക്കിയുള്ളവർക്ക് സ്വയം വിരമിക്കാനോ ജോലി മാറ്റം സ്വീകരിക്കാനോ അവസരം നൽകുന്നുണ്ട്. എന്നാൽ ചിലർ രണ്ടും സ്വീകരിച്ചില്ല എന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയാണ്. ഖത്തർ എയർവേസിന് വിമാനങ്ങൾ വിറ്റതിനെ കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിനുള്ള മറുപടിയും ഇദ്ദേഹം നൽകുന്നുണ്ട്. പഴയ വിമാനങ്ങൾ ലേലം ചെയ്താണ് വിറ്റിരിക്കുന്നത്. ഉപയോഗിക്കാൻ പറ്റാത്ത പഴയ വിമാനങ്ങളാണ് ഇത്തരത്തിൽ വിറ്റതെന്നും വിമാനങ്ങൾ പരസ്യമായി ലേലം ചെയ്യുകയാണ് ഉണ്ടായതെന്നും മന്ത്രി വ്യക്തമാക്കി. പഴയ മസ്കറ്റ് വിമാനത്താവളത്തിന്റെ ഭാവി എന്തായിരിക്കുമെന്ന ചോദ്യത്തിനും മന്ത്രി കൃത്യമായ മറുപടി നൽകുന്നു. ഒമാൻ എയർപോർട്ട്സ് അത് ആക്ടിംഗ് CEO തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയത്. വിമാനത്താവളത്തിന് ചുറ്റുമുള്ള സ്ഥലം ഉപയോഗിച്ച് പുതിയ പദ്ധതികൾ തുടങ്ങാൻ ടെൻഡർ വിളിച്ചിട്ടുണ്ടെന്നും ഈ സ്ഥലം മുൻപ് വേണ്ടത്ര ഉപയോഗിച്ചിരുന്നില്ല. മത്സ്യം കയറ്റി അയക്കുന്ന ഒരു കമ്പനി തുടങ്ങാനാണ് ഇവിടെ ആലോചിക്കുന്നതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. പഴയ വിമാനത്താവളത്തിന്റെ സ്ഥാനം ഇതിന് വളരെ അനുയോജ്യമായിരിക്കുമെന്നും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും പുതിയ പദ്ധതികൾ തയ്യാറാക്കാനും 4 ടെൻഡറുകളാണ് വിളിച്ചതെന്നും അദ്ദേഹം അറിയിച്ചു. പഴയ വിമാനത്താവളവും അതിന്റെ പരിസരവും വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. അതിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ എല്ലാ ശ്രമങ്ങളും നടത്തിവരികയാണ് എന്നും മന്ത്രി വ്യക്തമാക്കി.